നാം ഇന്ന് ജീവിതത്തിന്റെ പകുതിയിലധികവും സോഷ്യൽ മീഡിയയിലാണ് ചെലവഴിക്കുന്നത്. അതിനാൽ തന്നെ പലരുടെയും സൗഹൃദവും പ്രണയവും സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇന്ന് ഓൺലൈൻ വഴി പ്രണയത്തിലാകുന്ന സംഭവങ്ങളിൽ ഡേറ്റിംഗ് ആപ്പുകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പങ്കാണുള്ളത്. കാഴ്ചയിലും വീക്ഷണങ്ങളിലും യോജിപ്പ് നോക്കി മനസ്സറിഞ്ഞുകൊണ്ട് പരസ്പരം പ്രണയിക്കാൻ ഡേറ്റിംഗ് ആപ്പുകൾ സഹായിക്കുന്നു എന്നതാണ് പ്രധാന കാരണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളുടെ മാതൃകയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഡേറ്റിംഗ് ആപ്പുകൾ. അതുകൊണ്ട് തന്നെ യുവതലമുറയ്ക്ക് ഡേറ്റിംഗ് ആപ്പിനോടുള്ള പ്രിയവുമേറി. അതേസമയം ഇത്തരത്തിൽ സൗഹൃദ പ്രണയ സല്ലാപങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡേറ്റിംഗ് ആപ്പുകളിലെ ചതിക്കുഴിയിൽ പെട്ടുപോകുന്നവരുടെ എണ്ണവും രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ വിവിധ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ മുൻകരുതലുകൾ ഉണ്ടാകണമെന്നും അതിലൂടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നിസ്സാരമല്ലെന്നുമുള്ള മുന്നറിയിപ്പുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രംഗത്തെത്തി. ഡേറ്റിംഗ് ആപ്പുകൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ധാരാളം പരസ്യം ചെയ്യുന്നുണ്ട്. ഇതിലൂടെയാണ് തട്ടിപ്പ് നടത്തുന്നത്. ആപ്പുകളിൽ നിന്ന് പരിചയപ്പെടുന്നവരെ വിവാഹമോ സൗഹൃദമോ വാഗ്ദാനം ചെയ്ത് ഇരയാക്കുന്നതാണ് ഇവരുടെ രീതി. സൗഹൃദത്തിലായതിനു ശേഷം വിവിധ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടും. ഇവ വ്യാജ പ്ലാറ്റ്ഫോമുകളായിരിക്കും. ആദ്യഘട്ടത്തിൽ ചെറിയ ലാഭം നൽകി വിശ്വാസം പിടിച്ചെടുക്കും. പിന്നീട് കൂടുതൽ നിക്ഷേപത്തിനായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. ചിലർ ഇത്തരം കെണിയിൽപ്പെട്ട് വൻതുക നിക്ഷേപിക്കും. ഇത് പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ ഫീസ് ആവശ്യപ്പെടും. പിന്നീട് പണം ലഭിക്കാതെ വരുമ്പോഴാണ് തട്ടിപ്പിനിരയായതായി മനസ്സിലാക്കുന്നത്. ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും തട്ടിപ്പിനിരയായാൽ 1 മണിക്കൂറിനുള്ളിൽ 1930 എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു.